ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് കൊണ്ട് ഒരു അടിപൊളി മുജിത്തമാണ് തയ്യാറാക്കി കാണിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഉറപ്പാണ്, ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം റീഫ്രഷ്മെൻ്റ് ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പാണ് കേട്ടോ. കടയിലൊക്കെ മേടിക്കാൻ കിട്ടും, നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ്. അതല്ലാന്നുണ്ടെങ്കിൽ പാഷൻ ഫ്രൂട്ട് ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ തയ്യാറാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, ഒത്തിരി ഇഷ്ടമാകും കേട്ടോ. ഞാൻ ഇതുപോലൊരു ജാറിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ജാറിലോട്ട് ആദ്യം തന്നെ നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 2 പീസാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു പീസ് ഇട്ട് കൊടുക്കാം. ഈ ഒരു നാരങ്ങ നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ജാറിലോട്ട് ഞാൻ ഒരു പീസ് നാരങ്ങ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിനയില കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും പുതിനയില മതി, നമുക്ക് ഇതും കൂടി ആ ഒരു ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമ്മൾ ജാറിൽ ഒരു പീസ് നാരങ്ങ ഇട്ട് കൊടുത്ത് പിന്നീട് അതിനുശേഷം നമ്മൾ കുറച്ച് പുതിനയില ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ ഇതിനകത്തൊരു പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പച്ചമുളക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നു, അതിൻ്റെ പകുതി മാത്രമേ ചേർത്തുള്ളൂ, ബാക്കി പകുതി ഇത്രയും ഉണ്ട് കേട്ടോ. അത് നമ്മൾ മാറ്റി വയ്ക്കുകയാണേ. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള മുളകായതാണ് അത്ര ഇട്ട് കൊടുത്ത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഫുള്ളും ചേർക്കാമായിരുന്നു. ഇനി നമ്മൾ ഈ ഒരു നാരങ്ങയുടെ പീസ് ഉണ്ടല്ലോ, ഇതിൽ കുറച്ച് മുളക് പൊടിയും കൂടെ തൂകിയിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു നാരങ്ങ പീസ് ജസ്റ്റ് ഒന്ന് മുളക് പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതധികം എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ചേർത്ത്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്താൽ മതി. കാരണം എന്ന് വെച്ചാൽ പച്ചമുളകിന് എരിവുണ്ടെങ്കിൽ കുറച്ച് മാത്രം നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ഇത് ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതാ നമ്മൾ അതും കൂടി അങ്ങ് ആ ഒരു ജാറിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്കൊരു ഇടികല്ലിൻ്റെ ഇതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചതച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെമണിൻ്റെ നീരും അതുപോലെ തന്നെ പുതിനയിലയുടെ ആ ഒരു ഫ്ലേവറും അതുപോലെ പച്ചമുളകിൻ്റെ ആ ഒരു എരിവൊക്കെ ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ മൊജിത്തോ കുടിക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് ചതച്ച് കൊടുക്കുന്നത്. നമ്മൾ ഒന്നങ്ങ് ചതച്ചെടുത്തപ്പോൾ അതിൻ്റെ എല്ലാം ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട്, ആ നീരെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം പാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പ് ഇല്ല, അഥവാ പാഷൻ ഫ്രൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സിറപ്പ് എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. പൾപ്പാക്കി എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മൾ അതുപോലെ ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് ഒഴിച്ചെടുത്ത് തയ്യാറാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അതാ നമ്മുടെ മെഷർമെൻ്റ് എന്ന് വെച്ചാൽ 1/3 ആണ്. എന്നിട്ട് നമ്മളിത് ഈ ഒരു ജാറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ ഐസ് ക്യൂബും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഐസ് ക്യൂബ് ആഡ് ചെയ്യുന്നില്ല, തണുപ്പ് കുറച്ചും കൂടി അധികം വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഐസ് ക്യൂബും കൂടി ആഡ് ചെയ്യാമേ. ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് 7-അപ്പും കൂടി ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ 7-അപ്പ് തന്നെ വേണമെന്നില്ല, അതല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമുള്ള സ്പ്രൈറ്റോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നൊരു കാര്യം, നമ്മൾ ഇതിൽ മധുരം ആഡ് ചെയ്ത് കൊടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി പൾപ്പിൽ, അതായത് സിറപ്പിൽ അത്യാവശ്യം മധുരമുണ്ട്, അതുപോലെ തന്നെ 7-അപ്പിലും മധുരമുണ്ട്. രണ്ടും കൂടെ ബാലൻസിങ് ആയിരുന്നു. ടേസ്റ്റ് നോക്കുന്ന സമയത്ത് മധുരം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാത്തത്. നിങ്ങളിപ്പോൾ അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് എടുത്ത് പൾപ്പാക്കിയിട്ടാണ് ജ്യൂസ് തയ്യാറാക്കുന്നതെങ്കിൽ, അതായത് ഈ ഒരു മൊജിത്തോ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ മധുരം വേണമെന്ന് നോക്കിയിട്ട് മധുരം ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നിങ്ങൾ ഒരു വട്ടം ഒന്ന് തയ്യാറാക്കി നോക്കണം, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഹെവി ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്കിത് കുടിക്കാൻ പറ്റിയ നല്ല ഒന്നാന്തരം ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.